ക്രൈസ്തലോട് അനുഗ്രഹിക്കപ്പെട്ടതായി ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർമാനമായിട്ട് പ്രഭാത സന്ദേശം പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർ സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒന്നാം സങ്കീർത്തനം എന്ന് പറയുവാനിടയായി. അതിനോടനുബന്ധിച്ചൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന രമ്യ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള ആ വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു ഭാഗ്യവാനെക്കുറിച്ച്. ഇവിടെ പറയുക യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. അല്ലെ, ആ ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകുകയില്ല, പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പറയുക 9-ഉം 10-ഉം കൂടെ വായിക്കുക. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവനാർ. യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അധരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് പറയാം, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ ഞാൻ ഇടാത്ത മുട്ട പെരുന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം തിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകുന്നു. എത്ര പേര് ഈ വാക്യത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഒരു ഭാഗ്യവാൻ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെക്കുറിച്ച് പറഞ്ഞ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ. ഇവിടെ പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എനിക്ക് പറയുവാനുള്ളത്, നമ്മളൊന്ന് യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ തന്നെ ആശ്രയം വയ്ക്കുക. അവൻ ഭാഗ്യവാനാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, വചനത്തിന് മുമ്പാകുന്ന ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഞാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാലിൽ എന്നിട്ട് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച പോലെ തന്നെ ഇവിടെയും പറയുക, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് ആറ്റരികെ വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. എന്നിട്ട് പറയുന്നത്, ഹല്ലേലൂയ, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ലെന്ന്. ഉഷ്ണം തട്ടിയാലും പേടിക്കേണ്ട കാര്യം, പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആരിൽ ആശ്രയിച്ചിരിക്കുന്നത് ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നത്, യഹോവ തന്നെ എൻ്റെ ആശ്രയം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വരട്ടെ, കഷ്ടത വരട്ടെ, വേദന വരട്ടെ, ഞാൻ പേടിക്കത്തില്ല. ഇവിടെ പറയുക, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്ന ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുക, ഹല്ലേലൂയ, പേടിക്കത്തില്ലെന്നോ. അതിൻ്റെ ഇല പച്ചയായിരിക്കും, എപ്പോഴും പച്ചയായിട്ടിരിക്കും, എപ്പോഴും മുഖത്ത് സന്തോഷമാണെന്നോ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിസന്ധിയുടെയും കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ മുഖം വാടിപ്പോകാതെ അത് സന്തോഷം പച്ചയായിട്ടിരിക്കും. ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ച് പഠിക്കുവാൻ കഴിഞ്ഞത്. എന്നിട്ട് പറയുക, പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ട്. വരൾച്ച വരട്ട് പ്രിയമുള്ളവരെ, പ്രതിസന്ധി വരട്ട്, പ്രതികൂലങ്ങൾ വരട്ടെ, എന്നിട്ടും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കാലത്തും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്ന ഫലം മറ്റുള്ളവരോട് വചനവും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ഫലം കായ്ച്ച നമ്മൾ ഫലം കൊടുക്കുന്നവരായിരിക്കണമെന്ന്. വാട്ടമുള്ള സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്തും, പ്രശ്നങ്ങളുടെ സമയത്തും, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഫലമുള്ളവരായി തീരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏത് സമയത്തും നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കണമെന്ന്, ഏത് സമയത്തും ഫലമുള്ളവരായിരിക്കണമെന്ന്. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, ദൈവം കായ്ച്ചുകൊണ്ട് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അത് ആരാഞ്ഞറിഞ്ഞവൻ ആർ. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തെ അറിയുന്നവൻ ആരാ പ്രിയമുള്ളവരെ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, ഹൃദയം വലിയ വിഷമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ അറിഞ്ഞവൻ ആർ. എന്നിട്ട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നതാണ്.
ഒന്ന് ശോധന ചെയ്യാമോ പ്രിയമുള്ളവരെ? നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരുവനുണ്ട്. തക്ക സമയത്ത് ഹല്ലേലൂയ നമ്മുടെ നല്ല പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നമുക്ക് തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, യഹോവ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. നീ ചെയ്യുന്ന പ്രവൃത്തി അതിന് തക്കവണ്ണം ഹല്ലേലൂയ തരുന്നവനാണ് നമ്മുടെ കർത്താവ്. മറന്നു പോകരുത് കേട്ടോ. വചനത്തിന് മുമ്പാകെ അത്ര പേരൊന്ന് ഏൽപ്പിച്ച് കൊടുക്കും. ഹല്ലേലൂയ, ഞാൻ എപ്രകാരമായിരിക്കുന്നു ദൈവവചനത്തിന് മുമ്പാകെ. എന്നിട്ട് പറയുകയാണ്, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ. ഇന്ന് അനേകർ ഓടി നടക്കുക ധനം സമ്പാദിക്കാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, പ്രാർത്ഥനാലയം ബിസിനസ് സെൻ്ററാക്കി മാറ്റിയിരിക്കുക. ഇതിനെ മാറണം, ഇന്ന് മാറണം. കുത്തിയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയ സമയത്ത്, കരയേണ്ടിയ സമയത്ത് അതിനെ ബിസിനസ്സാക്കി മാറ്റിയാൽ, എന്നിട്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, താൻ ഇടാത്ത മുട്ട പെരുന്നിരിക്കുന്ന തത്തിരിപ്പക്ഷിയെ പോലെയാകുന്നെന്ന്. അവൻ്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകും, പണം വിട്ടുപോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ. പണത്തിൻ്റെ മുമ്പാകെ ഓടിക്കൊണ്ടിരിക്കുക, സമ്പാദിക്കണം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകും, ഇല്ലാതായി മാറുമെന്ന്. ഇല്ലാതായി വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമോ? നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ എത്ര പേര് തയ്യാറാകും? കർത്താവ് നമ്മളെ വിടുവിപ്പാൻ ശക്തനാ പ്രിയമുള്ളവരൊന്ന് മടങ്ങി വരുവാൻ തയ്യാറാകുമോ? ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകുമോ? ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ആലയം പ്രാർത്ഥനാലയമാ, അത് കള്ളന്മാരുടെ ഗുഹയാക്കരുതെന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അനേകർ ഓടിക്കൊണ്ടിരിക്കുക, സമ്പാദിച്ചു കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വചനം പറയുന്ന, ന്യായമല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പെരുന്നിരിക്കുന്ന തത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാത്ത നമ്മൾ സമ്പാദിക്കല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് വേണ്ട പ്രിയമുള്ള ദൈവമൊക്കെ വേണ്ട. അങ്ങനൊരു തീരുമാനം എത്ര പേർക്ക് ദൈവവചനത്തിന് മുമ്പായി എടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പ്രിയമുള്ള രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ദൈവം അനുഗ്രഹിക്കും. നമ്മളെ തന്നെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം നൽകി തന്നോർത്ത് സ്തോത്രം. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. വലിയ വിടുതൽ ഞങ്ങളുടെ മധ്യ അയക്കണം. താഴ്ത്തുന്നു, പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമീൻ. സ്തോത്രം.